സായിപ്പന്മാർ നമ്മുടെ നാട് കട്ടുമുടിച്ചുകൊണ്ടിരുന്ന കാലം. അവർക്ക് ഈ വയനാടൻ മലനിരകളിൽ നിറഞ്ഞു നിന്നിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കൊള്ളയടിക്കണം. പിന്നെ അതുവഴി മല കടന്ന് മൈസൂരെത്തി ടിപ്പു സുൽത്താനെ കീഴ്പ്പെടുത്തണം. ഇതായിരുന്നു അവരുടെ ഒരു പദ്ധതി. എന്നാൽ ഈ കോഴിക്കോട് നിന്നും 3 മലകൾ കടന്ന് മൈസൂരിലേക്ക് എത്താനുള്ള പണികൾ പലതും നോക്കിയിട്ട് ഒരു വഴി കണ്ടുപിടിക്കാൻ അവർക്കായില്ല. അവസാനം ബ്രിട്ടീഷുകാർ അടിവാരത്തുള്ള ചില നാട്ടുകാരുടെ സഹായം തേടിയെത്തി. നാട്ടുകാരെന്ന് വെച്ചാൽ നാട്ടിലെ പ്രമുഖന്മാരായ കുറേ ആൾക്കാരാണ്. പക്ഷേ കാടിനെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ലാത്തതുകൊണ്ട് അവർക്ക് ബ്രിട്ടീഷുകാരെ സഹായിക്കാനില്ല. അപ്പോഴാണ് നാട്ടിലെ ചിലർ പണിയർ എന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ട നേതാവായിരുന്ന കരിന്തണ്ടൻ എന്ന യുവാവിൻ്റെ കാര്യം ബ്രിട്ടീഷുകാരോട് പറയുന്നത്. കാടിനോട് ഇഴുകി ജീവിച്ച ഈ കരിന്തണ്ടൻ അസാധാരണ മേക്കരത്തും അതുപോലെ തന്നെ അതുപോലെ വയനാടിൻ്റെ മലകളുടെ മുക്കും മൂലയും ഒക്കെ കാണാപ്പാടമായിരുന്നു. അങ്ങനെ നാട്ടുപ്രമുഖരും ബ്രിട്ടീഷുകാരും പറഞ്ഞതനുസരിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് കരിന്തണ്ടൻ അവരെ സഹായിക്കാമെന്ന് ഏറ്റു. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കാട്ടിലൂടെ മലമടക്കൾ കാണിച്ചു കൊടുത്ത് പാത നിർമ്മിക്കാനുള്ള വഴി കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ മലയോര പാത വെട്ടാനുള്ള രൂപരേഖ ബ്രിട്ടീഷുകാർക്ക് കരിന്തണ്ടൻ്റെ സഹായത്തോടെ തയ്യാറാക്കാൻ കഴിഞ്ഞു. പക്ഷേ ബ്രിട്ടീഷുകാർ നാട്ടുമകരും പഠിച്ച വണ്ടി 18 നോക്കിയിട്ടും വഴി കണ്ടുപിടിക്കാൻ പരാജയപ്പെട്ടെടുത്ത് ഒരു ആദിവാസി യുവാവ് നിസ്സാരമായി ചെയ്തു കൊടുത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെ നാട്ടിലെ ഈ പ്രമുഖന്മാരെയൊക്കെ ചൊടിപ്പിച്ചു. ഇത് ഭാവി ലോകം അറിഞ്ഞാൽ നമുക്ക് ഭയങ്കര കുറച്ചിലാവുന്ന ഒരു കരുതി. കാരണം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. അത് മാത്രമല്ല, തങ്ങളുടെ ശത്രുക്കൾക്കും കരിന്തണ്ടൻ ഈ വഴി പറഞ്ഞു കൊടുത്താൽ അത് ഭാവിയെ ദോഷം ചെയ്തേക്കുമെന്ന് പറഞ്ഞു അവർ ഭയന്നു. അങ്ങനെ രഹസ്യമായി അവർ കരിന്തണ്ടനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു.